ശ്രീ ഗുരുവായൂരപ്പൻ്റെ മേൽശാന്തി മാറ്റം മാർച്ച് 31 രാത്രി ശ്രീ ഗുരുവായൂരപ്പൻ്റെ തൃപ്പുക കഴിഞ്ഞതിന് ശേഷമാണ് നടക്കുന്നത്. ആ ചടങ്ങുകളെപ്പറ്റി പല ഭക്തന്മാർക്കും എന്താണെന്ന് ശരിക്ക് അറിയില്ല. അതുകൊണ്ട് നമ്മളതൊന്ന് വിശദീകരിക്കണം. മാർച്ച് 31 രാത്രി ശ്രീ ഗുരുവായൂരപ്പൻ്റെ ദീപാരാധനയ്ക്ക് ശേഷം ഇപ്പോഴുള്ള മേൽശാന്തിയുടെ കച്ചീട്ട് പ്രകാരമുള്ള സ്വർണ്ണപാത്രങ്ങളുടെയും വെള്ളിയുടെയും എല്ലാം കണക്കെടുത്ത് അധികൃതർ മുഖാന്തരം മേൽശാന്തി ഏറ്റുവാങ്ങുന്നു. ഇത് ഏകദേശം 1 മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന ബൃഹത്തായ ചടങ്ങാണ്. ഭക്തജനങ്ങൾക്കെല്ലാം ആ സമയത്ത് ദർശനം നടത്താവുന്നതാണ്. അവർക്കും ഇതെല്ലാം നേരിൽ കാണാവുന്നതാണ്. അതിനുശേഷം ശ്രീ ഗുരുവായൂരപ്പൻ്റെ അത്താഴപൂജ കഴിഞ്ഞ് അത്താഴശിവേലി കഴിഞ്ഞ് അത്താഴശിവേലിക്ക് ശേഷം തൃപ്പുക എന്ന് പറഞ്ഞ ചടങ്ങുണ്ട്. അതിനുശേഷം ശ്രീ ഗുരുവായൂരപ്പൻ്റെ തന്ത്രി, ക്ഷേത്രം ഊരാളൻ, ദേവസ്വം ഉദ്യോഗസ്ഥന്മാർ, മാനേജ്മെൻറ്റ് കമ്മിറ്റി മെമ്പർമാർ, പുതിയ മേൽശാന്തി, ഇപ്പോൾ നിലവിലുള്ള മേൽശാന്തി, പിന്നെ ക്ഷേത്ര പരിചാരകന്മാർ എല്ലാവരും കൂടി തൃപ്പുകയ്ക്ക് ശേഷം ശ്രീ ഗുരുവായൂരപ്പൻ്റെ ഇപ്പോഴത്തെ മേൽശാന്തി ശ്രീകോവിലിൽ നിന്നും ഒരു വെള്ളിക്കുംഭവും അദ്ദേഹത്തിൻ്റെ അടയാള ചിഹ്നമായ താക്കോലുമായി ഇറങ്ങി വന്ന് ഇവരുടെ എല്ലാവരുടെയും സാന്നിധ്യത്തിൽ നാലമ്പലത്തിനകത്ത് ഒരു പ്രദക്ഷിണം വയ്ക്കുന്നു. ആ പ്രദക്ഷിണം വയ്ക്കുന്ന സമയത്ത് ഇപ്പോഴത്തെ മേൽശാന്തിയുടെ മനോവ്യാപാരം ഭയങ്കരമായിട്ട് കലുഷിതമായിരിക്കും. കാരണം ഈ 6 മാസത്തോളം കാലം ശ്രീ ഗുരുവായൂരപ്പനെ തൻ്റെ സ്വന്തം മകനെ പോലെ, പൊന്നുണ്ണിയെ പോലെ ശ്രീ ഗുരുവായൂരപ്പനെ രാവിലത്തെ നേരം എഴുന്നേൽപ്പിച്ച് അഭിഷേകങ്ങളെല്ലാം നടത്തി ഭഗവാന് വേണ്ട അലങ്കാരങ്ങളെല്ലാം ചെയ്ത് ഭഗവാനെ വേണ്ട നിവേദ്യങ്ങളെല്ലാം വാരി കോരിക്കൊടുത്ത് ആ കണ്ണനെ ഒന്ന് താലോലിച്ച് ഉറക്കമൊക്കെ ചെയ്തിരുന്ന ആ മേൽശാന്തി ഈ 6 മാസക്കാലം കഴിഞ്ഞ് തൻ്റെ ഈ ഊഴത്തിലെ ചുമതലകളെല്ലാം നിറവേറ്റിയതിന് ശേഷം ആ കണ്ണനോട് വിട പറഞ്ഞു പോകുന്ന ഒരു സമയമാണ്. ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ മനസ്സ് എന്താണെന്ന് നമുക്കൊന്നും വായിച്ചറിയാൻ പറ്റില്ല. അത്രയും സങ്കടമാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം ഇത്ര കാലം നോക്കി നടത്തിയിരുന്ന ആ പൊന്നുണ്ണിയെ വിട്ടുപോവുകയാണ് അദ്ദേഹം. ഇതേ സമയം തന്നെ പുതിയ മേൽശാന്തിയുടെ മനോവ്യാപാരം എന്തായിരിക്കും? താൻ പുതുതായി തൻ്റെ പൊന്നുണ്ണിക്കണ്ണനെ അടുത്തു വന്ന് ആ ഉണ്ണിക്കണ്ണൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുവാൻ, യാതൊരു കുറവുമില്ലാതെ നടത്തുവാൻ ആ കണ്ണൻ്റെ അനുഗ്രഹം തനിക്ക് വേണം എന്നാണ് ഇദ്ദേഹത്തിൻ്റെ മനോവ്യാപാരം. അങ്ങനെ ഈ ദേവസ്വം ഉദ്യോഗസ്ഥന്മാരുടെയും തന്ത്രിയുടെയും മല്ലിശ്ശേരി അമ്പൂരുടെയും എല്ലാവരുടെയും സാന്നിധ്യത്തിൽ ആ നാലമ്പലത്തിനകത്തൊരു പ്രദക്ഷിണം വെച്ചു വന്ന് ആ ഇപ്പോഴത്തെ മേൽശാന്തി, ചാർജ് ഒഴിയുന്ന മേൽശാന്തി ആ മണ്ഡപത്തിൽ കയറി 3 നമസ്കാരം നമസ്കരിച്ച് ആ സമയത്ത് അദ്ദേഹത്തിന് ഭഗവാനോട് പറയാവുന്ന കാര്യങ്ങളൊക്കെ അദ്ദേഹം പ്രാർത്ഥിക്കുന്നുണ്ടാവാം. ആ വെള്ളിക്കുംഭത്തിൽ ആ താക്കോൽ കൂട്ടം വെച്ച് അവിടെ വെച്ച് നമസ്കരിച്ച് വീണ്ടും ഒരു 3 നമസ്കാരം നടത്തി ആ ഭഗവാനോട് ഒരു യാത്ര പറയുന്ന മാതിരി ആ മണ്ഡപത്തിൽ കയറി നിന്ന് ഭഗവാനെ നോക്കി തൊഴുതതിന് ശേഷം ആ മണ്ഡപത്തിൽ നിന്നും ഇറങ്ങി ഒരു മനസ്സ് കലുഷിതമായിട്ട് അദ്ദേഹം അതാ പോകുന്നു. ഇതേ സമയം ക്ഷേത്രത്തിലെ ഊരാളൻ എന്ന നിലയ്ക്ക് മല്ലിശ്ശേരി നമ്പൂതിരിപ്പാട് മണ്ഡപത്തിൽ കയറുകയും പുതിയ മേൽശാന്തിയുടെ അടയാള ചിഹ്നമായ ആ വെള്ളിക്കുംഭവും ആ താക്കോൽ കൂട്ടവും അദ്ദേഹത്തിന് കൊടുക്കുകയും ചെയ്യുന്നു. അദ്ദേഹം അത് ഏറ്റുവാങ്ങി അവിടെ ഒരു 3 നമസ്കാരം നമസ്കരിച്ച് അതങ്ങനെ നേരെ ശ്രീകോവിലിനകത്തേക്ക് പോയി ആ താക്കോൽ കൂട്ടം ശ്രീ ഗുരുവായൂരപ്പൻ്റെ